ഇനി മെയ് 21-ന് പ്രേക്ഷകർ ഏറ്റവും സ്നേഹിക്കുന്ന മലയാള സിനിമയിൽ ഇത്രത്തോളം സ്നേഹിച്ചൊരു സിനിമയോ കഥാപാത്രങ്ങളോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും പ്രിയപ്പെട്ട ഫ്രാഞ്ചൈസി ദൃശ്യം 3 വീണ്ടും വരുന്നു. ബുക്കിംഗ്സ് ഒക്കെ ഓപ്പൺ ആണ്. എല്ലാവരെയും പോലെ ഞങ്ങളെല്ലാം എക്സൈറ്റഡും ഭയങ്കര ഒരു ത്രിൽഡ് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ്. ഇനി ഒരു റിയൽ ലൈഫ് ലോയറായിട്ട് നിൽക്കുന്നു. 2013-ലൊക്കെ ഞാൻ ലോയറാണ്. അത് കഴിഞ്ഞ് ദൃശ്യം 2 വരുമ്പോൾ ഞാൻ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് ജിത്തു സാർ എന്നെ ദൃശ്യം 2 ആദ്യമായിട്ട് അങ്ങനെ ഒരു അവസരം തരുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അവിടുന്ന് 2013-ൽ കാണുമ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു ക്യാരക്ടറാണ് ജോർജ് കുട്ടിയുടെ വക്കീലായിട്ട് വരും എന്നുള്ളത്. അവിടുന്ന് ആ ക്യാരക്ടർ ഇവോൾവ് ചെയ്തിപ്പം ദൃശ്യം 3-ൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ജോർജ് കുട്ടിക്ക് വേണ്ടി കോടതിയിൽ അപ്പിയർ ചെയ്ത അഡ്വക്കേറ്റ് രേണുക ഇപ്പോൾ ജോർജ് കുട്ടിയുടെ ഫാമിലിക്കും ഒരു തണലായിട്ട് നിൽക്കാനുള്ള ഒരു സ്പേസ് എനിക്ക് ഈ സിനിമയിലും കിട്ടി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. ജോർജ് കുട്ടി ആസ് എ ലോയർ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ഒത്തിരി ക്ലയൻസിനെ കാണുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവും ആളുകളെ കുറിച്ച്. ആ ആളുകൾ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായൊരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാകും. ആ ഇൻസ്റ്റിങ്ക്റ്റിൽ നിന്ന് എൻ്റെ ക്ലയൻറ്റായ ജോർജ് കുട്ടിയെ കുറിച്ച് പറയുമ്പോൾ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഹീസ് എ ക്രിമിനൽ മൈൻഡഡ് പേഴ്സൺ. ഡെഫിനറ്റ്ലി എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരെയും പോലെ നമ്മളെല്ലാവരെയും പോലെ ഒരു ഓർഡിനറി പേഴ്സൺ ആയിരുന്ന ഒരാൾ അത്രയും പ്രഷറുള്ള ഒരു സിറ്റുവേഷൻസിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റാൻസസിലൂടെ കടന്നു പോയിട്ടുണ്ടായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ. പിന്നെ വളരെ പ്രൊട്ടക്റ്റീവായിട്ടുള്ളൊരു ഫാമിലി മാനായിട്ട് നിൽക്കുന്നു. നമ്മുടെ കോടതിയിലും നിയമവ്യവസ്ഥയിലൊക്കെ ഉള്ളതുപോലെ പ്രൈവറ്റ് ഡിഫൻസ്, സെൽഫ് പ്രിസർവേഷൻ, അല്ലെങ്കിൽ ഒരു നെസസിറ്റി, ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ്, ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നിയമം കണ്ട് അല്ലെങ്കിൽ നിയമത്തിലെ കോൺസെപ്റ്റിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതിനർത്ഥം ഇല്ലീഗലായിട്ട് ചെയ്യുന്നു അങ്ങനെയൊന്നുമല്ല. നമ്മളെല്ലാവരും ഒരു സിറ്റുവേഷനിൽ സാധാരണക്കാർ ചെയ്യുന്നതാണ് അദ്ദേഹവും ചെയ്തത്. അതിലൂടെ പോകുന്ന ഒരു ജേർണിയാണ്. അതുകൊണ്ട് ജോർജ് കുട്ടി എനിക്കെന്നും പ്രിയപ്പെട്ടതാണ്. അച്ഛന്മാരുടെ കഥ ആണ് ദൃശ്യം. പക്ഷെ പ്രേക്ഷകരെല്ലാവരും ഒരച്ഛൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. എങ്ങനെയാണ് നോക്കി കാണുന്നത് ഇതിനെ? ഞാനും ഒരു പരിധിവരെ അച്ഛൻ്റെ കൂടെ തന്നെയാണ്. കാരണം ദൃശ്യം 1-ൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പ്രഭാകരൻ അറിയാം സ്വന്തം മകൻ്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ജോർജ് കുട്ടി ചെയ്തത് വലിയൊരു അപരാധമാണെന്ന് ഉള്ളിലറിയാമെങ്കിലും കുറച്ചൊരു ചായവ് ആ ഭാഗത്തേക്കുണ്ട്. ദൃശ്യം 2-ൽ നമ്മൾ കണ്ടു, മകൻ്റെ ഒരു ബോഡി റിമൈൻസ് ചോദിച്ചുകൊണ്ട് ജോർജ് കുട്ടിയോട് വന്ന് അപേക്ഷിക്കുന്ന ഒരു പ്രഭാകരനെയും നിങ്ങൾ കണ്ടു. ദൃശ്യം 3-ൽ എന്താണെന്നുള്ളത് പറയാനും പറ്റില്ല. കഥാപാത്രത്തെ പറ്റിയൊന്നും വലിയൊരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ. സിനിമയെ പറ്റി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറയും, സിനിമയെ പറ്റി ഒന്നും സംസാരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ 3-ാം തീയതി വരെ അല്ല 21-ാം തീയതി വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അറിയാം പ്രഭാകരൻ്റെയും ഗീതാ പ്രഭാകരൻ്റെയൊക്കെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് എന്താണ്, പ്രയാസം എന്താ. ഓഫ് കോഴ്സ് മകൻ നഷ്ടപ്പെട്ട വേദനയുണ്ട്. ഇനിയും എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ജോർജ് കുട്ടിയെ അപ്രോച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തായാലും 2 സന്തോഷമാണ് മെയ് 21-ാം തീയതി. ഒന്ന്, നമ്മുടെ പ്രിയങ്കരനായ മോഹൻലാലിൻ്റെ ജന്മദിനമാണ്. ആ ജന്മദിനത്തിന് മോഹൻലാൽ നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ദൃശ്യം 3. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ സിനിമ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. സിനിമ ഒരു വൻ വിജയമാകട്ടെ എന്ന് കേരളത്തിലെ എല്ലാ പ്രേക്ഷകരെയും പോലെ ഞാനും ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു സർ. ലാലേട്ടൻ്റെ എതിരെ നിൽക്കുന്നവരൊക്കെ നല്ലവരാണെങ്കിലും മോശം ആൾക്കാരാണെങ്കിലും നമുക്ക് വില്ലന്മാരാണ്. അപ്പൊ ലാലേട്ടൻ്റെ എതിരെ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് പുരുഷ കഥാപാത്രങ്ങളെയാണ്. പക്ഷെ ദൃശ്യം സിനിമ 13 കൊല്ലങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ വളരെ ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രമാണ് ലാലേട്ടനെതിരായിട്ട് ഉള്ള ഒരു സംഘത്തെ നയിച്ചത്. IG ഗീതാ പ്രഭാകർ. പ്രിയപ്പെട്ട ആശാ ശരത് നമ്മളോടൊപ്പമുണ്ട്. ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മാം, ഞാനീ പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ എതിരെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറിനെയാണ് അവതരിപ്പിച്ചു തുടങ്ങിയത്. ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നുപോയി. പിന്നീട് ദൃശ്യം 3 നമ്മളിലേക്ക് എത്തുമ്പോൾ എന്താണ് ആ ദൃശ്യം 1-ന്റെയും 2-ന്റെയൊക്കെ മെമ്മറീസ് എന്തൊക്കെയാണ് റീകളക്ട് ചെയ്യാനുള്ളത്? എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ആക്ച്വലി ആദ്യമായിട്ട് ദൃശ്യം സെറ്റിലേക്ക് വന്നതാണ് ഓർക്കുന്നത്. കൈകാലൊക്കെ വരച്ച് എങ്ങനെയാണ് പോലീസ് വേഷം ഇടുന്നതെന്നൊക്കെ ആലോചിച്ച്
ആ ഒരു നിമിഷമാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇപ്പോൾ 13 വർഷങ്ങൾ കഴിഞ്ഞു. ഗീതാ പ്രഭാകർ IPS ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞ ദൃശ്യം 2-ൽ ജോലിയില്ല, പക്ഷെ പുറകിലായിരുന്നു. പിന്നെ അമ്മ റാണിയുടെ 2 പെൺകുട്ടികൾ, ഗീതാ പ്രഭാകരൻ്റെ മകൻ, എല്ലാ അമ്മമാർക്കും മക്കൾ ഏറ്റവും പ്രിയപ്പെട്ടവരല്ലേ. ഇക്ക പറഞ്ഞതുപോലെ ഇക്ക എപ്പോഴും കുറച്ചൊക്കെ ജോർജ് കുട്ടിയുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമായിരുന്നു. ഗീതാ പ്രഭാകരൻ അങ്ങനെ ചിന്തിക്കാൻ, അമ്മമാർക്ക് അങ്ങനെ ചിന്തിക്കാൻ ചിലപ്പോൾ സാധിക്കില്ല. എല്ലാവർക്കും അവരവരുടെ മക്കൾ തെറ്റ് ചെയ്താലും അവരവരുടെ മക്കളാണെന്നുള്ളൊരു തോന്നലുണ്ടാവും. നമുക്ക് നോക്കാം ദൃശ്യം 3 വരുമ്പം ഗീതാ പ്രഭാകരൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ, അമ്മ അതെങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതൊക്കെ. ഒരുപാട് നല്ല മെമ്മറീസാണ് അന്നും ഇന്നും 1, 2, 3ലേക്ക് എത്തുമ്പോൾ. ഒരുപാട് സ്വീറ്റ് മെമ്മറീസ്, ഒരുപാട് പേരോട് കടപ്പാട്. ജിത്തു സാറിനോട്, ലാലേട്ടനോട്, ആന്റണി ചേട്ടനോട്, മലയാളി പ്രേക്ഷകരോട് എല്ലാവരോടും കടപ്പാടാണ് ഗീതാ പ്രഭാകറിന് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്.